രാജ്യത്ത് ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ട സ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംഘപരിവാർ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പാർലമെന്ററി ജനാധിപത്യത്തെ തന്നെ ദുർബലപ്പെടുത്തുക, ആ സമീപനമാണ് സംഘപരിവാർ സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്തുക എന്നത് ഫെഡറലിസത്തെയും പാർലമെന്ററി ജനാധിപത്യത്തെയും ദുർബലപ്പെടുത്തുന്ന സമീപനമാണ്. 140 അംഗങ്ങളെ സസ്പെൻഡ് ചെയ്ത് നിർത്തി പ്രധാനപ്പെട്ട നിയമങ്ങളും നിയമ ഭേദഗതികളും പാർലമെന്റിൽ കൈകാര്യം ചെയ്ത രീതി പാർലമെന്ററി ജനാധിപത്യത്തോട് BJP സംഘപരിവാർ എടുക്കുന്ന നിലപാട് വ്യക്തമാകുന്നുണ്ട്. മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നും വേർപെടുത്തുക എന്നതും രാഷ്ട്രീയം മതത്തിൽ ഇടപെടാൻ പാടില്ല എന്നതും മതേതരത്വത്തിൻ്റെ അടിസ്ഥാന നിലപാടുകളായിട്ടാണ് രാജ്യം കാണുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അയോധ്യയിൽ നടത്തിയിട്ടുള്ള രാമക്ഷേത്ര പ്രതിഷ്ഠയും തുടർന്നുള്ള ക്ഷേത്ര ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും യഥാർത്ഥത്തിൽ കാണുന്നത് അവർ ലക്ഷ്യം വെക്കുന്നത് വോട്ടാണ് എന്ന് തന്നെയാണ്. ജമ്മു കാശ്മീരിലെ 370-ാം വകുപ്പ് എടുത്തു മാറ്റുക എന്ന സംഘപരിവാർ അജണ്ട ഇതോടൊപ്പം നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിവിധ അവകാശങ്ങൾ ഓരോ സംസ്ഥാനത്തിലും നിലനിൽക്കുകയാണ് ഇത്തരമൊരു നിലപാട് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. അത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള നീക്കമായിട്ട് തന്നെ വേണം കരുതാൻ. മുത്തലാഖുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിവാഹ പ്രശ്നങ്ങൾ മാത്രം ക്രിമിനൽ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നതും വിവേചനത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് കാണാം. ഏകീകൃത സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ആവുക. ബുൾഡോസർ ഉപയോഗിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ആവാസ കേന്ദ്രങ്ങൾ തകർക്കുന്നതും ഗോവധത്തിൻ്റെ പേരിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തുന്നതും ഈ സംഭവത്തിൻ്റെ തന്നെ പരമ്പരകളാണ്. ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ തുടർച്ചയായിട്ട് ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ചിത്രം. രാജ്യത്തുടനീളം രൂപപ്പെട്ടു വന്നിട്ടുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളും വ്യാപകമാണ്. മണിപ്പൂരിൽ ഉൾപ്പെടെ അതെല്ലാവരും പകൽ വെളിച്ചം പോലെ കണ്ടിട്ടുള്ളതാണ്. ദളിത് ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമവും രാജ്യത്ത് വ്യാപകമായിട്ട് നടന്നു വരികയാണ്. ഇത്തരത്തിൽ രാജ്യത്തെ മതനിരപേക്ഷതയെ തകർക്കാനും സ്ത്രീകളുടെയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെയും അവകാശങ്ങൾ അതിന് നേരെ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന സംഘപരിവാറിൻ്റെ കാര്യപരിപാടികളുടെ തുടർച്ചയായാണ് പൗരത്വ ഭേദഗതി നിയമം അവതരിപ്പിക്കുന്നത് എന്ന് അന്നേ ചൂണ്ടിക്കാണിച്ചതാണ്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ അടിസ്ഥാനമാക്കി നിലകൊള്ളുന്ന എല്ലാ മതവിശ്വാസികൾക്കും, ഇനി വിശ്വാസികൾ അല്ലാത്തവർക്കും പൗരത്വ അവകാശം നിലനിൽക്കുന്നു എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചിത്രം. ഒരു രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ അടിസ്ഥാനമാക്കി വേണം ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ. മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള യാതൊരു തരത്തിലുള്ള വിവേചനവും പൗരത്വവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ നിലകൊള്ളുന്നത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പൗരത്വത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുക,
മതരാഷ്ട്രവാദം ആ നിലപാടാണ് ഇത് മുന്നോട്ടേക്ക് വെക്കുന്നത്. അപ്പോൾ മതനിരപേക്ഷത തകർക്കപ്പെടുന്നു എന്നതാണ് ഇതിലൂടെ സംഭവിക്കുന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നം.